ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യക്ക്. ഫൈനലിൽ ന്യൂസിലൻഡിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ചാമ്പ്യന്മാരാകുന്നത്. 12 വർഷത്തിന് ശേഷം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ നേടുന്ന ICC കിരീടമാണിത്. ടൂർണമെൻറ്റിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യ ജേതാക്കളാകുന്നത്. ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത കിവികൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 251 റൺസ് എടുത്തു. ഇന്ത്യ 6 പന്ത് ബാക്കി നിൽക്കെ 254 റൺസ് എടുത്തു. 76 റൺസ് എടുത്ത ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ഫൈനലിലെ താരം. ഏകദിന ക്രിക്കറ്റിൽ 12 വർഷത്തെ കിരീടവരൾച്ച അവസാനിപ്പിക്കാനായിരുന്നു ഇന്ത്യ കലാശ പോരാട്ടത്തിനിറങ്ങിയത്. ടോസ് നേടിയ കിവികൾ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. എന്നാൽ ദുബൈയിലെ രാജ്യാന്തര സ്റ്റേഡിയം സാക്ഷിയായത് ഇന്ത്യൻ സ്പിന്നർമാർ കളം വാഴുന്ന കാഴ്ച. ന്യൂസിലൻഡ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 251 റൺസ്. തുടർ ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ കരുതലോടെ തുടങ്ങി. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ബാറ്റിൽ നിന്ന് സിക്സറുകളും ബൗണ്ടറികളും പിറന്നു. ഹിറ്റ്മാൻ തകർത്താടിയ ചില നിമിഷങ്ങൾ. രോഹിത് ആഞ്ഞടിക്കുമ്പോൾ മറ്റൊരറ്റത്ത് ഗിൽ പതുക്കെ സ്കോർ ഉയർത്തി. 17-ാം ഓവറിൽ ഇന്ത്യ 100 കടന്നു. അതിനിടെയായിരുന്നു ടേണിംഗ് പോയിന്റ്. 37 റൺസ് എടുത്ത ഗില്ലിനെ പറക്കും കിവിയായ ഗ്ലെൻ ഫിലിപ്പ് അവിശ്വസനീയമായൊരു ക്യാച്ചിലൂടെ മടക്കി. തൊട്ടടുത്ത ഓവറിൽ ഇന്ത്യയുടെ 2ാം വിക്കറ്റും വീഴുന്നു. 1 റൺസുമായി വിരാട് കോഹ്ലി പുറത്ത്. തളർന്ന കിവികൾ പൊടുന്നനെ ആത്മവിശ്വാസത്തിന്റെ ചിറകു വിരിച്ചു. ഇന്ത്യയുടെ സ്കോർ കൂടുതൽ ഉയരും മുമ്പ് 3ാം വിക്കറ്റും വീണു. അടിത്തറ പാകിയ രോഹിത് 76 റൺസുമായി പുറത്ത്. ശ്രേയസ് അയ്യർ, അക്സർ പട്ടേൽ കൂട്ടുകെട്ട് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു. 48 റൺസുമായി ശ്രേയസ് അയ്യർ പുറത്തായി. തൊട്ടുപിന്നാലെ അക്സർ പട്ടേലും പുറത്ത്. KL രാഹുലും ഹാർദിക്കും വിജയതീരത്തേക്ക് തുഴഞ്ഞു. ജയത്തിനരികെ ഹാർദിക് പാണ്ഡ്യ വീഴുമ്പോൾ ആശങ്കയുടെ നിമിഷങ്ങൾ. പിന്നെ വന്നത് ഒട്ടേറെ മത്സരങ്ങളിൽ ഇന്ത്യയുടെ വിജയശില്പിയായ രവീന്ദ്ര ജഡേജ. 48-ാം ഓവറിലെ അവസാന പന്ത് ബൗണ്ടറിയിലേക്ക്. 12 വർഷത്തിനു ശേഷം ഇന്ത്യക്ക് ഒരു ഏകദിന കിരീടം. ഇന്ത്യയുടെ 3ാമത്തെ ചാമ്പ്യൻസ് ട്രോഫി. സ്പോർട്സ് ഡെസ്ക്, കൈരളി ന്യൂസ്.